നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പൾസ് ടർബൈനെ കുറിച്ചാണ്. ടർബൈൻസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തതാണ്. വാട്ടർ ടർബൈനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടർബൈനാണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. നോർമലി ഹൈ ഹെഡ് ആപ്ലിക്കേഷനകത്താണ് ഇമ്പൾസ് ടർബൈൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കേരളത്തിനകത്ത് തന്നെ പള്ളിവാസൽ പവർ സ്റ്റേഷൻ, ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്നിവിടത്തൊക്കെ നമ്മൾ ഇമ്പൾസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് മൈസൂരുള്ള ജോഗ് വാട്ടർഫാൾ. ഇവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനകത്തും ഇമ്പൾസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യക്കകത്ത് ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളുണ്ട് ഇമ്പൾസ് ടർബൈൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. പ്രധാനമായും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനകത്തെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു റിസർവോയർ ഉണ്ടായിരിക്കും, അതിനെ ക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഡാം ഉണ്ടായിരിക്കും, ദെൻ ഒരു ലാർജ് ഡയമീറ്ററുള്ള പൈപ്പ്, അതിനെ നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയും. ദെൻ വരുന്ന ഒരു പാർട്ടാണ് പവർ ഹൗസ്, അവിടെ ആയിരിക്കും ടർബൈൻ, ജനറേറ്റർ തുടങ്ങിയ ഭാഗങ്ങളുണ്ടായിരിക്കും. നോർമലി ഡാം എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കും ഉണ്ടാവുക. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിനകത്ത് വാട്ടർ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി അതിനെ കൈനറ്റിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുകയും ആ കൈനറ്റിക് എനർജി ടർബൈനകത്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതൊരു മെക്കാനിക്കൽ എനർജിയായി മാറുകയും ടർബൈനുമായി കപ്പിൾ ചെയ്ത ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനകത്ത് പ്രധാനമായും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് ഡാമിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാട്ടർ പെൻസ്റ്റോക്ക് വഴി നേരെ ടർബൈൻ്റെ അടുത്തേക്ക് വരികയും പെൻസ്റ്റോക്കിൻ്റെ അനദർ എൻഡിൽ ഒരു നോസിൽ ഉണ്ടായിരിക്കും. ഈ നോസിൽ വഴി വാട്ടർ പാർട്ടിക്കിൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജിയാക്കി എൻഹാൻസ് ചെയ്യുകയും അങ്ങനെ ഹൈ കൈനറ്റിക് എനർജിയിൽ വാട്ടർ പാർട്ടിക്കിൾ ടർബൈൻ്റെ റോട്ടോർ ബ്ലേഡ്സിൽ പോയി സ്ട്രൈക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായി ടർബൈൻ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന റൊട്ടേഷനിൻ്റെ ഫലമായി ടർബൈനുമായി കപ്പിൾ ചെയ്തിട്ടുള്ള ജനറേറ്റർ വർക്ക് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് സിംപ്ലി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനകത്ത് നടക്കുന്ന പ്രോസസ്സ്. ഒരു ഇമ്പൾസ് ടർബൈനിന് എക്സാമ്പിളാണ് പെൽട്ടൺ വീൽ എന്ന് പറയുന്നത്. 1880 അമേരിക്കൻ എഞ്ചിനീയറായ ലെസ്റ്റർ എ പെൽട്ടനാണ് ഈ ഒരു ഇമ്പൾസ് ടർബൈൻ ആദ്യമായി ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടർബൈനെ നമ്മൾ പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഹൈ ഹെഡ് ലോ സ്പെസിഫിക് സ്പീഡ് ആപ്ലിക്കേഷനകത്താണ് പെൽട്ടൺ വീൽ ഉപയോഗിക്കാറുള്ളത്. സിമ്പിളായിട്ട് ഇതിനകത്ത് നടത്തുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ഒരു പെൽട്ടൺ വീലിനകത്ത് സംഭവിക്കുന്നത്. ഒരു പെൽട്ടൺ വീലിനകത്ത് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പെൻസ്റ്റോക്ക് വഴി വരുന്ന വാട്ടർ പാർട്ടിക്കിൾ നേരെ ടർബൈൻ ബ്ലേഡ്സിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യും. അതിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്വിയർ വാൾവ്, ഇവിടെ കണ്ടോ ഒരു സ്വിയർ വാൾവ് ഉണ്ടായിരിക്കും. ഈ സ്വിയർ വാൾവ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ്റെ ഫലമായിട്ട് നോസിലിൻ്റെ ഓപ്പണിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുന്നതിനും ഓപ്പൺ ചെയ്യുന്നതിനും വേണ്ടി നമുക്ക് പോസിബിൾ ആവും. സോ അങ്ങനെ നോസിലിൻ്റെ ഓപ്പണിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോസിൽ വഴി ഹൈ വെലോസിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്ന വാട്ടർ പാർട്ടിക്കിൾസ് നേരെ ടർബൈൻ ബ്ലേഡിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുകയും അതിൻ്റെ ഫലമായി ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ടർബൈനിൽ ബ്ലേഡിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്ത വാട്ടർ പാർട്ടിക്കിൾ നേരെ താഴ്ത്ത് വരികയും ടെയിൽ റേസ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. പെൽട്ടൺ വീലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ബ്രേക്കിംഗ് നോസിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ടർബൈൻ സഡനായിട്ട് ക്ലോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ
ഒരിക്കലും ഒരു റൊട്ടേറ്റിംഗ് ഏതൊരു ന്യൂട്ടൻ്റെ ലോ പ്രകാരം കണ്ടിന്യൂസ് ആയിട്ട് മോഷനുള്ള ഒരു ഒബ്ജക്റ്റിന് അതിൻ്റേതായ പാത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം, ആ ഒരു മൊമെൻറ്റം കാരണം. അപ്പോൾ സഡനായിട്ട് ടർബൈനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബ്രേക്കിംഗ് നോസിൽ ഉപയോഗിക്കും. അതായത് ടർബൈൻ റൊട്ടേഷന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മൾ വാട്ടർ ജെറ്റ് അപ്ലൈ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ടർബൈനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു പിൽട്ടൺ വീലിൻ്റെ ജസ്റ്റ് വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ കമ്പോണൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മെയിനായിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു നോസിൽ ആൻഡ് റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്ഫിയർ വാൾവുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് വരുന്ന ഒരു പാർട്ടാണ് റണ്ണർ ആൻഡ് ബക്കറ്റ്. ഓക്കെ, ഇതാണ് റണ്ണർ എന്ന് പറയുന്നത്. ഈ ഔട്ടർ പെരിഫറിയിൽ റണ്ണർ എന്ന് പറയുന്ന ഒരു സർക്കുലർ ഡിസ്ക്കാണ്. ഈ സർക്കുലർ ഡിസ്കിൻ്റെ ഔട്ടർ പെരിഫറിയിൽ യൂണിഫോം ആയിട്ട് വെക്കുന്നതാണ് ബക്കറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ്, ബ്ലേഡ്സ് എന്നൊക്കെ നമ്മളിതിനെ പറയാറുണ്ട്. മൂന്നാമത് വരുന്നൊരു പാർട്ടാണ് കേസിംഗ് എന്ന് പറയുന്നത്. അതായത് ടർബൈൻ ബ്ലേഡ്സിനെയും റോട്ടോറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പുറത്തു കൂടി ഉണ്ടാകുന്ന ഒരു ആവരണത്തിനെയാണ് നമ്മൾ കേസിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ പാർട്ടാണ് ഹൈഡ്രോളിക് ബ്രേക്ക് ഓർ ബ്രേക്ക് നോസിൽ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ദ ഗവർണർ. ഗവർണർ എന്നുള്ള ടേം നമ്മൾ ആൾറെഡി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഫെമിലിയർ ആണ്. സ്പീഡ് ഗവർണർ അല്ലേ, വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. സിമിലർലി ഇവിടെയും ടർബൈൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ കമ്പോണൻസിനെ കുറിച്ച്. ഫസ്റ്റ് വൺ നോസിൽ ആൻഡ് ഫ്ലോ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നോസിൽ എന്ന് പറയുന്നത് എപ്പോഴും പെൻസ്റ്റോക്കിൻ്റെ ഔട്ട്ലെറ്റ് എൻഡിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ വെച്ച് ഹൈഡ്രോളിക് എനർജിയെ കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ ഹൈ കൈനറ്റിക് എനർജിയിലുള്ള വാട്ടർ പാർട്ടിക്കിൾസ് നോസിൽ വഴി നേരെ ബക്കറ്റ്സിൽ സ്ട്രൈക്ക് ചെയ്യുകയും റോട്ടോർ റൺ ചെയ്യുകയും ചെയ്യുന്നു. എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ബക്കറ്റ് മുകളിൽ സ്ട്രൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഫിയർ വാൾവുകൾ നോസിലിനകത്ത് ഉപയോഗിക്കുന്നത്. നോർമലി സ്ഫിയർ വാൾവിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഹാൻഡ് വീലുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റവും ഉപയോഗിക്കാറുണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു ഭാഗമാണ് റണ്ണർ ആൻഡ് ബക്കറ്റ്സ്. ഒരു ടർബൈൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റണ്ണറും ബക്കറ്റും. റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഡിസ്ക്കാണ്. ഈ സർക്കുലർ ഡിസ്കിൻ്റെ മുകളിൽ ഒരു ട്വിൻ കപ്സ് അല്ലെങ്കിൽ ബക്കറ്റ് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു രണ്ട് കപ്പുകൾ പോലെയാണ് എന്തുള്ളത് അതിൻ്റെ ബ്ലേഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ നടുക്ക് കൂടെ ഒരു സെപ്പറേറ്റിംഗ് ലെയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് വാൾ ഉണ്ടായിരിക്കും. ആ വാളിനെ നമ്മൾ സ്പ്ലിറ്റർ എന്നാണ് പറയാറുള്ളത്. ഇതാണ് ഒരു റണ്ണറും അതുപോലെ തന്നെ ബക്കറ്റും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബക്കറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്ലേഡ്സ് എന്ത് ചെയ്യാറുണ്ട്, റോട്ടോറിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. റോട്ടോറിൻ്റെ മുകളിൽ യൂണിഫോം ഡിസ്റ്റൻസിലായിരിക്കും ബക്കറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേസിംഗ് എന്ന് പറയുന്നത്. നോർമലി കേസിങ്ങിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കേസിങ്ങിന് ഒരു ഹൈഡ്രോളിക് ഫങ്ഷൻ ഇതിനകത്തില്ല. പക്ഷേ കേസിംഗ് ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ടർബൈനകത്ത് വാട്ടർ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ സ്പ്ലാഷിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി ആണ് നമ്മൾ പ്രധാനമായും കേസിംഗ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആൾസോ ആക്സിഡൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഗാർഡ് പോലെ ഈ ഒരു കേസിംഗ് ആക്ട് ചെയ്യുന്നു. നാലാമത്തെ ഒരു പാർട്ടാണ് ഹൈഡ്രോളിക് ബ്രേക്ക് ഓർ ബ്രേക്ക് നോസിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ നോസിൽ, അതായത് പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന നോസിൽ ഫുള്ളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും റണ്ണർ അതിൻ്റെ റൊട്ടേറ്റിംഗ് ഡിറക്ഷനിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഡ്യൂ ടു ഇനേഷ്യ.
സോ ഇങ്ങനത്തെ കേസിൽ നമുക്ക് റോട്ടറിനെ അല്ലെങ്കിൽ റണ്ണറിനെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്മാൾ നോസിൽ വഴി നമ്മൾ എന്ത് ചെയ്യും, റോട്ടറിൻ്റെ റൊട്ടേഷണൽ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വാട്ടർ ജെറ്റിനെ പാസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി നമുക്ക് റണ്ണറിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് നോസിൽ വർക്ക് ചെയ്ത് ഇങ്ങനെ നോസിൽ വഴി വരുന്ന ആ വാട്ടർ ജെറ്റിനെ നമ്മൾ ബ്രേക്കിംഗ് ജെറ്റ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇമ്പൾസ് ടർബൈനകത്ത് നമ്പർ ഓഫ് നോസിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. എത്രത്തോളം എഫിഷ്യൻസി വേണം അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡ് വേണം എന്നതിനെ അടിസ്ഥാനപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പൾസ് ടർബൈനകത്ത് നമ്പർ ഓഫ് നോസിൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗവർണർ. അതായത് ഒരു ടർബൈൻ റണ്ണർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വേണം റൺ ചെയ്യാൻ. നോർമലി ലോഡ് വേരിയേഷൻ സംഭവിക്കാം. അത്തരം കണ്ടീഷനിൽ നമുക്ക് ഹൈ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ടർബൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ടർബൈന് കോൺസ്റ്റൻറ്റ് സ്പീഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗവേണിംഗ് സിസ്റ്റം ടർബൈനകത്ത് യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാ ടർബൈനകത്തും ഒരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഒരു ഇമ്പൾസ് ടർബൈൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും. അടുത്ത വീഡിയോയിൽ നമുക്ക് റിയാക്ഷൻ ടർബൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.